الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായവും സംരക്ഷണവും നൽകിയ ആളുകളെ നമുക്ക് മറക്കാനാകുമോ? ചെറിയ ചെറിയ സഹായങ്ങൾ നൽകിയവരെ നമ്മൾ മറന്നുപോയേക്കാമെങ്കിലും നമ്മുടെ ജീവനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സാമൂഹിക മണ്ഡലങ്ങളെ സാരമായി ബാധിക്കുന്ന വിഷയത്തിൽ നമുക്ക് താങ്ങായവരെ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവനും ജീവിക്കാൻ വേണ്ട സകലതും സംവിധാനിച്ചു തന്ന പടച്ചറബിനെ എത്രത്തോളം നാം സ്മരിക്കണം, അവനോടുള്ള കടപ്പാടുകൾ എത്ര മനോഹരമായി നിർവഹിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്ന് നമുക്ക് ശർറും അപകടവും അസ്വസ്ഥതയും വിതയ്ക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമാക്കി അതിൽ നമ്മൾ അകറ്റി നിർത്തി ഈ ശുഷ്കമായ കാലഘട്ടം കൊണ്ട് ഇവിടെയും ഖബറിലും പരലോകത്തും സമാധാനപൂരിതമായ ജീവിതം നയിക്കാൻ വേണ്ടതെല്ലാം പകർന്നു നൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് നൽകിയിട്ടുള്ള, നമ്മളോട് കാണിച്ചിട്ടുള്ള കാരുണ്യവും വാത്സല്യവും സ്നേഹവും അനുകമ്പയും നസീഹത്തും മറ്റാരാണ് അതുപോലെ നിർവഹിച്ചതായിട്ടുള്ളത്?
അങ്ങനെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടപ്പാടുണ്ടെന്നും ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കണമെന്നും ആ പ്രവാചകനുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദൗത്യമാണെന്നും വിശ്വാസികളെ പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു ചേർന്ന വ്യക്തിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ഭൗതിക ലോകത്ത് മാത്രമാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ റസൂലിനോടുള്ള സ്നേഹം, മഹബ്ബത്ത് നമ്മുടെ ഈമാനാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഇബ്നു ഖത്താബും തമ്മിലുള്ള സംഭാഷണം തെളിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് നിങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യാ ഉമർ, ഉമർ താങ്കളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഉമർ, താങ്കളുടെ സ്വന്തം ശരീരത്തെക്കാളും വികാരത്തെക്കാളും അതിന്റെ സുഖ സൗകര്യങ്ങളും സംവിധാനങ്ങളും അതിന്റേതായിട്ടുള്ള താല്പര്യങ്ങളെക്കാളും ഏറ്റവും താങ്കൾ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് താങ്കളുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരിക്കണം. മിൻ വാലിദിഹി, അവന്റെ രക്ഷിതാക്കളെക്കാൾ, വവലദിഹി, അവന്റെ സന്തതികളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്ത് ആരെയെല്ലാം നമ്മൾ പ്രിയപ്പെടുമോ, ആരെയെല്ലാം നമ്മൾ സ്നേഹിക്കുമോ, ആരുടെയെല്ലാം ഫാൻസാണ് നമ്മൾ പറയുമോ, അതിനേക്കാളെല്ലാം ഉപരി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന്. ആ സ്നേഹം നമ്മുടെ ഈമാനാണ്. അത് സിൻസിയർലി ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, ജീവിതം കൊണ്ട് തെളിയിക്കുന്നുവെങ്കിൽ അവന് ഈമാനിന്റെ മധുരം നുകരാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്നേഹം ഇന്നേ വരെയുള്ള മുഴുവൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അതിന്റെ അനുയായികളും അംഗീകരിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ സ്വന്തത്തെ മറന്ന്, സ്വന്തം മക്കളെ മറന്ന്, സ്വന്തം സമ്പത്തിനെ മറന്ന്, സ്വന്തം സുഖങ്ങളെ മറന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചവരാണ്. സ്വന്തം മക്കളെ ഊട്ടേണ്ട ഭക്ഷണം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തവരാണ്. സ്വന്തം ദേശം ത്യജിച്ചവരാണ്. ഉഹുദിന്റെ രണഭൂമിയിൽ കയ്യിൽ ആയുധമില്ലാത്ത സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും മനുഷ്യ ചങ്ങല തീർത്ത്, മനുഷ്യ വളയം തീർത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്ത സഹാബത്തിന് ഏൽക്കേണ്ടി വന്നത് 60ഉം 70ഉം കുത്തുകളും വെട്ടുകളുമായിരുന്നു. പറയുമോ ആരെങ്കിലും സഹാബത്ത് നബിയെ സ്നേഹിച്ചില്ലെന്ന്? സ്വന്തം മകനും സ്വന്തം ഭർത്താവും സ്വന്തം ആങ്ങളമാരും രണഭൂമിയിൽ മരിച്ചുപോയി എന്ന് വിവരം കേട്ടപ്പോ റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച ആ ഉമ്മയ്ക്ക് നബിയോട് സ്നേഹമില്ലെന്ന് പറയാനാകുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പലതും കൊടുത്ത് സഹായിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ മകൻ അനസിനെ, അല്ലാഹുവിന്റെ റസൂലെ, ഈ കുട്ടിയെ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സഹായിയായിട്ട്, ഖാദിമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഉമ്മു സുലൈം നബിയെ സ്നേഹിച്ചില്ലെന്ന് പറയാമോ? ആദ്യം ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആദ്യം ഇസ്ലാം സ്വീകരിച്ച വനിത ഖദീജ റളിയല്ലാഹു തആല അൻഹ, അവരൊന്നും നബിയെ സ്നേഹിച്ചില്ലെന്ന് പറയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ അടിക്കുന്നത് കണ്ട് അവിടേക്ക് കടന്നു വന്ന് നബിയെ രക്ഷപ്പെടുത്തി ബാക്കി എല്ലാ അടിയും ഏറ്റുവാങ്ങി ബോധം കെട്ടുവീണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തിരിച്ചു കിട്ടുമ്പോൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം, എവിടെ റസൂലുള്ളാഹി എന്നാണ്. ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയോ? എവിടെയാണ്? ചുറ്റുമുള്ള ആളുകൾ നബി എവിടെയെന്ന് പറയാതെ നിന്നപ്പോ വല്ലാത്ത ആദിയും ആശങ്കയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടികൊണ്ട് കണ്ണും മുഖവും ചീർത്ത് വീർത്ത് കോലം മാറിയിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്നിട്ടും അദ്ദേഹം നബി എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഹിജ്റക്ക് നബിയുടെ കൂടെയായിരിക്കും താനെന്ന വിവരമറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ കരഞ്ഞ അബൂബക്കർ. ഹിജ്റയുടെ സമയത്ത് മദീനയിലെത്തിയപ്പോൾ നബിയുടെ നേരെ വെയിലേറ്റപ്പോ ഒരു മുണ്ടുകൊണ്ട് നബിക്ക് മീതെ പന്തലൊരുക്കി അബൂബക്കർ സൗറിന്റെ ഗുഹക്കകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവമാകാതിരിക്കാൻ വേണ്ടി ഗുഹക്കകത്തെ ദ്വാരങ്ങൾ തന്റെ കൈവിരലുകൾ കൊണ്ട് അടച്ചുവെച്ച അബൂബക്കർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചില്ലെന്ന് പറയാമോ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളെ ഗൗരവത്തോടെ എടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന് നേരെയുള്ള ഏതൊരു നീക്കത്തെയും വാളുകൊണ്ട് ചെറുത്തോട്ടെ റസൂലെ എന്ന് പ്രവാചകനോട് പെർമിഷൻ ചോദിച്ച ഉമർ ഇബ്നു ഖത്താബ് മരിച്ചു കിടക്കുന്ന റസൂലിന്റെ ദേഹം കണ്ട് റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എരിയുമെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നു ഖത്താബ് അല്ലാഹുവിന്റെ പ്രവാചകൻ മരിച്ചിട്ടുണ്ട് എന്ന് ആയത്തോതിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കൂടിയിരിക്കുന്ന സ്വഹാബത്തിനെ മുഴുവൻ ബോധ്യപ്പെടുത്തിയപ്പോൾ പിഞ്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചില്ലെന്ന് പറയാനാകുമോ? അവിടുന്ന് അങ്ങോട്ടുള്ള സ്വഹാബത്തിന്റെ ചരിത്രം മുഴുവൻ വ്യത്യസ്തമാണോ? മാലി അറാക മഹ്സൂനൻ യാ സൗബാൻ, സൗബാൻ താങ്കളുടെ മുഖത്ത് എന്താണ് ഒരു വിഷമം? റസൂലേ, എനിക്ക് രോഗമില്ല, വേദനയില്ല, മറ്റാദികളൊന്നുമില്ല, പക്ഷേ എന്റെ വേദന ഈ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണാൻ കൊതിച്ചാൽ ഞങ്ങൾക്ക് മദീനയിലേക്ക് തിരിച്ചു വന്ന് പള്ളിയിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളെ കാണാം, പക്ഷെ നാളെ പരലോകത്ത് നിങ്ങളെ കാണാൻ പറ്റില്ലയോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കൊണ്ടാണ് നബിയെ എന്റെ ശരീരവും എന്റെ മുഖവും ഈ കോലത്തിലായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഈ മണ്ണിൽ സഹവസിച്ചവർക്ക് നാളെ പരലോകത്ത് സഹവാസം നഷ്ടപ്പെടുമോ എന്നോർത്ത് ആധിയിലായ സഹാബിവര്യന്മാർക്ക് ബദറിലും ഉഹുദിലും ഖന്തക്കിലും ഹുനൈനിലും തബൂക്കിലും അഹ്സാബിലും വിവിധ യുദ്ധങ്ങളിലും ഇസ്ലാമിനും അല്ലാഹുവിന്റെ റസൂലിനും പ്രൊട്ടക്ഷൻ തീർത്ത സഹാബത്തിന്, വീട്ടിലെ മുഴുവൻ സമ്പത്തും മദീന പള്ളിയിൽ കൂട്ടിയിട്ട സഹാബത്തിന്, സുഹൃത്തുക്കളെ എങ്ങനെ പറയും നബിയോട് സ്നേഹമില്ലെന്ന്? അതുകൊണ്ട് തന്നെ ഈമാനിന്റെ ഭാഗമാണത്. ആ ഈമാനിന്റെ ഭാഗമായ മഹബ്ബത്തുർ റസൂൽ, നബിയോടുള്ള ആ ഒരു സ്നേഹം, ആ സ്നേഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ മുൻഗാമികൾ അത് പ്രകടമാക്കിയിട്ടുണ്ട്. എങ്ങനെ? അതൊരു ചോദ്യമാണ്. ഇസ്ലാമിൽ നിസ്കരിക്കണമെന്ന കൽപ്പന മാത്രമല്ലല്ലോ ഉള്ളത്, ആണോ? നോമ്പ് നോൽക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന കൽപ്പന മാത്രമാണോ ഇസ്ലാമിലുള്ളത്? ആണോ? ഒരിക്കലുമല്ലല്ലോ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ എങ്ങനെ വുദു എടുത്തോ അങ്ങനെ നിങ്ങൾ വുദു എടുക്കണം. ഖുദു അന്നി മനാസികക്കും ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കണം. മതത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചോയ്സ് ഇല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, പക്ഷേ മതത്തിനെതിരാകാൻ പാടില്ല. ഇത് മതത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്, അതാണ് മതം. മതം നമ്മുടെ ആരുടേതുമല്ല, അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവിന്റെ മതം പഠിപ്പിക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യന്മാരുമായിട്ടുള്ള ടീച്ചിങ് സിസ്റ്റം ഇല്ല. പിന്നെയോ മലക്കിലൂടെ അല്ലാഹു പ്രവാചകനെ പഠിപ്പിക്കും. ആ പ്രവാചകൻ മനുഷ്യന്മാരുടെ ഇടയിൽ മുസ്ലിമായി ജീവിച്ച് മാതൃക കാണിച്ച് പഠിപ്പിച്ചു തരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. അവിടെ എവിടെയാണ് മദീന പള്ളി അലങ്കരിച്ചത്? എവിടെയാണ് റബീഉൽ അവ്വൽ ആദ്യ വാരത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 3 വാരങ്ങളിൽ അല്ലെങ്കിൽ ആ മാസം മുഴുക്കെ തന്നെ വലിയ ആഘോഷമായി കൊട്ടിഘോഷിച്ചത്? എവിടെയാണ് 2 ഈദിനേക്കാളും മഹത്വമുള്ള പുണ്യകർമ്മമാണ് നബിയുടെ ജന്മദിനാഘോഷമെന്ന ഒരു ഹദീസിന്റെ ഒരു കഷ്ണം എവിടെയാണുള്ളത്? വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനം? നിങ്ങൾ ജാഥ നടത്തിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും പുതുവസ്ത്രം ധരിച്ചിട്ടും ഒരുപാട് പിന്നെ മദ്ഹ് എന്ന പേരിൽ കുറെ പാട്ടും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് എവിടെയാണുള്ളത്? ഏത് ആയത്തിനാണുള്ളത്? അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇന്ന് പണ്ഡിതന്മാർ ഓതുന്നുണ്ടെങ്കിൽ ആ ആയത്ത് എന്തുകൊണ്ട് സഹാബത്ത് നടപ്പിലാക്കിയില്ല? ഞങ്ങൾക്ക് റസൂലുള്ള 10 ആയത്തെടുക്കും, ആ 10 ആയത്തിൽ നിന്ന് 1ാമത്തെ ആയത്തെടുത്തിട്ട് അതിലുള്ള ഈമാൻ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും, അതിലുള്ള അമലാക്കാനുള്ള കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കും, അതിലുള്ള സ്വഭാവം ഞങ്ങളുടെ സ്വഭാവമാക്കും. ഇങ്ങനെ ഓരോ ആയത്തും ജീവിതത്തിന്റെ ഭാഗമാക്കി പഠിച്ചുപോയ സഹാബത്തിന് 6000 ചില്ലാനം ആയത്തുകൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആ 6000 ചില്ലാനം ആയത്തുകളുടെ വ്യാഖ്യാനം പഠിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിലെ 114 അധ്യായങ്ങളും എവിടെ ഇറങ്ങി, എന്തിനിറങ്ങി, അതിലെന്ത് പ്രതിപാദിക്കുന്നു എന്ന കാര്യം എനിക്ക് കൃത്യമായിട്ടറിയാം. ചോദ്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 114 അധ്യായങ്ങളിൽ 6000 ചില്ലാനം ആയത്തുകൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇന്ന് മുസൽമാൻ ചെയ്യുന്ന പോലെയാണ് നബിയോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന്. നബിയുടെ ഭാര്യമാർക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം ഏൽപ്പിച്ചിട്ട് പറഞ്ഞയച്ച സ്വഹാബിമാരിലെ അറിവുള്ള ആളുകൾക്ക് മനസ്സിലായില്ല. മദീനയ്ക്ക് ചുറ്റും സ്വഹാബത്തിന്റെ സഹായം ഏറ്റുവാങ്ങി ഇൽമിൽ അഗാധ പാണ്ഡിത്യം നേടാൻ മാറി നിന്ന അഹ്ലു സുഫക്ക് മനസ്സിലായില്ല
എന്നിട്ട് ഈ സാധാരണക്കാരായ നമുക്കാണോ അത് മനസ്സിലാകുന്നത്? ഓരോ കൊല്ലം മാറി മാറി വരുമ്പോ പുതിയ പുതിയ ചടങ്ങുകളും പുതിയ പുതിയ ചര്യകളും പുതിയ പുതിയ ആദാബുകളുമാണ്. പെരുന്നാക്ക് പള്ളിയിൽ പോകുന്ന പോലെ സുബൈക്ക് മുമ്പ് കുളിക്കണം, ഇന്ന രൂപത്തിൽ കുളിക്കണം, ഇന്ന രൂപത്തിൽ ഒതുവെടുക്കണം, ഇന്ന രൂപത്തിൽ ഡ്രസ്സ് ധരിക്കണം, പെർഫ്യൂം അടിക്കണം, അതൊക്കെ മഹത്വമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട്. സുഹൃത്തുക്കളെ, നബിയോടുള്ള സ്നേഹം എന്ന ഒരു ടാഗ് ലൈൻ, ഒരു ഹെഡിങ് വെച്ചിട്ട് എന്തും ചെയ്യാമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം ഈസ് ഈക്വൽ ടു എവിഡൻസ്. ഇസ്ലാം ആകണമോ എവിഡൻസ് വേണം. എവിഡൻസ് ഇല്ലാത്തത്, തെളിവില്ലാത്തത് ഇസ്ലാമല്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന കോലത്തിൽ നബിയെ സ്നേഹിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം അത് റസൂലുള്ളാഹി കാണിച്ചിട്ടില്ല, ഖുർആനിൽ തെളിവില്ല, ഹദീസുകളിൽ പ്രമാണമില്ല എന്ന് തന്നെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പൂർത്തീകരിച്ചിട്ടാ പോയത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് ഓതിയിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് ഫമാ ലക്കും യൗമ ഇദിൻ ദീന ലാ യകൂനു യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല, അന്ന് ദീനായ ഒന്നും ഇന്ന് ദീനാകാതിരിക്കില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് മാത്രമാണ് നമുക്ക് ദീൻ. അപ്പൊ മതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും കേറൂല. അതുകൊണ്ട് തന്നെയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ദീനിൽ നല്ലതല്ലേ എന്ന പേരും പറഞ്ഞ് വല്ല ചടങ്ങുകളും വല്ലതും പുതിയതാക്കി കടത്തിക്കൂട്ടിയാൽ അവൻ വാദിക്കുന്നത് റസൂലുള്ള റിസാലത്ത് പൂർത്തീകരിച്ചില്ല, റസൂലുള്ള നമ്മളോട് വഞ്ചന കാണിച്ചു. കാരണം എല്ലാ നന്മയും ഞാൻ പഠിപ്പിച്ചു തന്നു, നരകത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാവുന്നത് മുഴുവനും ഞാൻ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞു പോയ റസൂലുള്ള വഞ്ചന കാണിച്ചു എന്ന് പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ദീൻ പൂർത്തിയായി. പക്ഷെ ഇന്നും ഇതാ പുതിയ പുതിയ ചടങ്ങുകൾ, പുതിയ പുതിയ നോമ്പുകൾ, നിസ്കാരങ്ങൾ, ആചാരങ്ങൾ ഇങ്ങനെ തലപൊക്കാണ് ഓരോ സമയത്തും. അപ്പൊ അല്ലാഹ് ദീൻ പൂർത്തിയായി പറഞ്ഞതോ? അപ്പൊ അല്ലാഹ് കളവ് പറഞ്ഞു, നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി കളവ് പറഞ്ഞോ, വഞ്ചന കാണിച്ചോ? പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബിദ്അത്താണ് സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത എല്ലാം തള്ളപ്പെടുന്നതാണ്, അതെല്ലാം വഴികേടാണ്. എത്ര നബിയോടുള്ള ഇഷ്കല്ലേ, സ്നേഹമല്ലേ, ഇഷ്ക് എന്നുള്ളൊന്നില്ല, മഹബ്ബത്താണ്. നബിയോട് നമുക്ക് മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് അത് നബി പഠിപ്പിച്ച രൂപത്തിൽ പ്രകടിപ്പിക്കണം, സ്വഹാബത്ത് കാണിച്ചെന്ന രൂപത്തിൽ പ്രകടിപ്പിക്കണം. അതല്ലാത്തതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും, ബിദ്അത്ത് കള്ളുടിയല്ലല്ലോ, തോന്നിയാസല്ലല്ലോ, നന്മയാണല്ലോ. അള്ളാന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന നന്മകൾ അത് റസൂലുള്ളാഹി കാണിച്ചു തരാത്തതായി കഴിഞ്ഞാൽ ളലാലത്താണ്, നന്മയല്ലെന്ന് പറയരുത്, അത് ളലാലത്താണ്, അത് വഴികേടാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അപ്പൊ എന്തിന് നമുക്ക് റസൂലുള്ളാഹി താക്കീത് നൽകിയ ഒരു ബിദ്അത്ത് ചെയ്യണം? അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം രൂപത്തിൽ, ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പിന്നെ നബി സ്നേഹം പ്രകടിപ്പിക്കാത്തത്. രണ്ടാമത്തെ കാര്യം തരങ്ങൾ, ഇത് കൃത്യമായ അനുകരണമാണ്. ആരെ? ഇസ്ലാമല്ലാത്ത ആളുകളെ അനുകരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹ്റ ദബ്ബിൻ ലസലക്തുമൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. എത്രത്തോളം അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും അവരുടെ കൂടെ കണ്ണും പൂട്ടി കയറിപ്പോകും. ആരാണവർ? അൽ യഹൂദു വൻ നസാറ. അവരാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷം എന്ന പരിപാടി തുടങ്ങിയത്. തനിച്ച അനുകരണം. അതുകൊണ്ട് അത്തരം അനുകരണങ്ങൾ എന്ത് ഫലം ചെയ്യും? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അങ്ങനെ അനുകരിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ടവനായി മാറും, അവരിൽപ്പെട്ടവരായിട്ട് മാറും. അപ്പൊ നമ്മള് ഇപ്പോ ഒരു ഓണം കൂടെ വരുന്ന സമയമാണ്. അപ്പൊ ആളുകൾക്ക് നമ്മൾ ബന്ധം സ്ഥാപിക്കണ്ടേ, സൗഹാർദ്ദം വേണ്ടേ? സൗഹാർദ്ദം എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും എല്ലാറ്റിലും പങ്കാളിയാവുന്ന, എല്ലാവരും എല്ലാവരും ആഘോഷവും കൊണ്ടടക്കുന്ന, ശിർക്കിലും കുഫ്റിലും അധിഷ്ഠിതമായ ഒരു ആഘോഷവും ഒരു ആചാരവും നമുക്ക് പറ്റില്ല. ഓണം പോലത്തെ ആഘോഷത്തിന്റെ പിന്നിലുള്ള പിന്നെ വിശ്വാസം എന്താണെന്ന് ഹൈന്ദവ പ്രമാണങ്ങൾ വെച്ച് ഒരു സ്വാമിജി പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൃത്യമായ ബഹുദൈവാരാധനയുടെ ഭാഗമാണ് ആഘോഷം. വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവത്തെ പൂജിക്കുന്ന ദിവസമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ദിവസത്തിൽ നമുക്ക് സദ്യക്ക് എന്ത് കഴിച്ചു, ഭക്ഷണത്തിന് എന്ത് കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് തീരെ അന്തല്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. തീരെ അന്തല്ലേ? കുറച്ച് ചോറിട്ടുമ്പോൾ നിങ്ങളെ ബുദ്ധിക്ക് മാറിപ്പോവാ. ചോറല്ലേ, ചോറിന് എന്ത് കഴിച്ചു, പായസത്തിന് എന്ത് കഴിച്ചു? എന്നാ പിന്നെ അത് എല്ലായിടത്തും പറഞ്ഞൂടെ? അത് ഏത് ഹറാമിലെ പറയാൻ പറ്റത്ത്? നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ഹറാമിലെ പറയാൻ പറ്റത്ത്? അപ്പൊ അങ്ങനെയല്ല സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിൽ എന്നുള്ളത് വലിയ വിഷയമാണ്. അപ്പൊ ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് പങ്കാളിയാവാൻ പറ്റൂല, അത് കഴിക്കാൻ പറ്റൂല. ഏത്? ഓണം മാത്രമല്ല. നമ്മൾ അവരോട് എന്താ പറയല്? ഓണം മാത്രമല്ല, നബിദിനത്തിന്റേത് ഞങ്ങൾ കഴിക്കാറില്ല.
കാരണം ഞങ്ങൾക്കത് പറ്റില്ല. ക്രിസ്മസിന്റെ ഞങ്ങൾ കഴിക്കാറില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് പറയുമ്പോഴേക്ക് ഇടിഞ്ഞു വീഴോ? നമ്മളോട് മതിപ്പുണ്ടാവുക ചെയ്യാം. മനസ്സിലായില്ലേ? ഒരു മാലയിട്ട സ്വാമി ഒരിക്കലും മറ്റു വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. നമുക്ക് അവരോട് ഈർഷ്യതയുണ്ടോ? അവൻ വർഗീയവാദിയാണ് നമ്മൾ പറയുമോ? ഒരിക്കലുമില്ല. അത് അയാളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ശരിതെറ്റുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം അയാളോട്. പക്ഷേ അയാളെ നമ്മൾ വിമർശിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? കാരണം അത് അയാളുടെ റൈറ്റ്. അതുപോലെ നമുക്ക് നമ്മുടെ വിശ്വാസം പാലിച്ചു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട്. ആ വിശ്വാസം നമ്മൾ തുറന്നു പറയുകയാണ് സഹോദരന്മാരെ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം നബിദിനത്തിനും മറ്റു കാര്യത്തിലൊക്കെ ഉണ്ടാവുന്നത് അനുകരണമാണ്. അങ്ങനെ അനുകരിച്ചാൽ നമ്മൾ അവരിൽ പെട്ടുപോകും. മൂന്നാമത്തെ കാര്യം തരങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞ വാക്കുണ്ട്. എന്താ പറയുക? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച സഹാബ, പിന്നീട് അവരെ തുടർന്ന് വന്ന താബിഈകൾ, പിന്നീട് അവരെ തുടർന്ന് വന്ന താബിഈകൾ. 300 കൊല്ലം, ആദ്യത്തെ 3 നൂറ്റാണ്ട് ഉത്തമ നൂറ്റാണ്ടാണ്. അങ്ങനെ ഉത്തമ നൂറ്റാണ്ടിന് എന്തിനാ വെച്ചാൽ നിങ്ങൾ റസൂലുള്ള നമുക്ക് ദീന് പാലിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. നബിയുടെ അതേ ജീവിതം ഈ 3 നൂറ്റാണ്ടിലെ ആളുകൾ ഒപ്പിയെടുത്ത് അതുപോലെ ജീവിച്ച് കാണിച്ചു തന്നു. നിങ്ങൾ നോക്കേണ്ടത് എന്റെ സുന്നത്താണ്, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്താണ്. അവരാരും ഇതുപോലൊരു ആഘോഷം മദ്ഹിന്റെ പേരും പറഞ്ഞ്, നബി സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഈ കാണിച്ചു കൂട്ടുന്ന തരത്തിലുള്ളൊരു കാര്യം പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നു. അതുപോലത്തെ ഒരു പ്രസംഗം ഒരു സ്വഹാബിയും നടത്തിയിട്ടില്ല. സാധാരണക്കാർ ആഘോഷിക്കുന്നു, അങ്ങനെ ഒരു ആഘോഷം ഒരു സ്വഹാബിയും നടത്തിയിട്ടില്ല. എന്തേ അവർക്ക് കിട്ടാനിട്ട ആണോ? അവർക്ക് കയ്യിൽ കാശില്ല എന്നിട്ട? അവർക്ക് നബിയോട് സ്നേഹമല്ല എന്നിട്ട? അല്ല സുഹൃത്തുക്കളെ, അത് ഇസ്ലാമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണ്, തനിച്ച അനുകരണമാണ്. നബിയുടെ അനുചരന്മാർ, നമ്മുടെ മാതൃകകളായ സഹാബത്തിന് പരിചയമില്ലാത്തതാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അള്ളാഹു ഹക്കിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് നബിയിലേക്കും സഹാബത്തിലേക്കും എത്തുമ്പോഴാണ് നമ്മൾ അൽ ഫിർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷിയിൽപ്പെടുക. റസൂൽ പറഞ്ഞു എന്റെ ഉമ്മത്ത് 73 കക്ഷികളാവും. ചില ആൾക്കാർക്ക് പറയുന്നുണ്ട്, പിന്നെ എന്താ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൂടെ തമ്മിലടിക്കുക, അങ്ങോട്ട് കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒന്നാക്കിക്കൂടെ? ആ ഒരു നസീഹത്തോടെ ഇഷ്ടത്തോടെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെ ഒരു വിവരക്കുറവ് ഉണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഞാൻ അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു, 2 കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടി, ഒരു ചോദ്യം, ഒരു പ്രാർത്ഥന അള്ളാഹു തള്ളി. ആ തള്ളിയ പ്രാർത്ഥന എന്റെ ഉമ്മത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇതെന്തിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഭയങ്കര ഇടങ്ങാറല്ലെങ്കിൽ തോന്നും. അള്ളാഹ് ഇങ്ങനെ ഒരു ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെച്ചത് മസ്ലഹത്തിനാണ്. അതും ഖുർആൻ പറയുന്നത്. എന്തിനാണത്? നന്മയും തിന്മയും ഖബീസും ത്വയ്യിബും വേർതിരിച്ചറിയാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു ലോകാവസാനം വരെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതിൽ വിജയിച്ച കക്ഷികൾ ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനുള്ളതും റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലാരിറ്റിയാണ്. ഈ മതം എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലാരിറ്റിയാണ്. നമുക്ക് വിവരക്കുറവുണ്ടാവും, എനിക്ക് വിവരക്കുറവുണ്ടാവും, നമുക്ക് എല്ലാവർക്കും വിവരക്കുറവുണ്ടാവും. നമ്മൾ ആ ഒരു തികഞ്ഞ ആൾക്കാരല്ല. പക്ഷെ ദീൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും എവിടെ നിന്നോ അവിടെ നിൽക്കുന്നവരാണ് വിജയം ഭരിക്കുന്ന ആൾക്കാർ. ലോകാവസാനം വരെ ആ മൻഹജിൽ, ആ വഴിയിൽ, ആ സിറാത്തിൽ മുന്നോട്ട് പോകുന്ന ടീം ഉണ്ടാവും. ഇപ്പൊ നബിയും സഹാബത്തും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു ആഘോഷത്തെ എത്ര അധികം കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ഇവര് ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്ന്? അത് ആരും നമ്മൾ നരകക്കാരാക്കാനോ കാഫിറാക്കാനോ ഔട്ടാക്കാനോ ഇന്നാക്കാനോ അതിനൊന്നും നമുക്ക് റൈറ്റ് ഇല്ല. പ്രമാണം വെച്ചിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളിലെ പോരായ്മകളും കുറവുകളും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ ഹക്ക് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ്. എന്നാൽ അത് ഉച്ചരിക്കുന്ന ആൾക്കാർ കേരളത്തിലെ അറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 100 കണക്കിന് കബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചിന്തിക്കുന്ന മുസൽമാന് മനസ്സിലാക്കിക്കൂടെ ഇത് ഇസ്ലാം അല്ലാന്ന്? 4 ഓലല്ലേ കൂടുതൽ ആൾക്കാരുള്ളത്, ഓലല്ലേ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നത്, ഓലെ തലപ്പത്തുള്ള ആളല്ലേ ഗ്രാൻഡ് മുഫ്തി, അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ അവനാന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ? തനിച്ച ശിർക്കിലേക്ക് കുഫറിലേക്ക് ആളുകളെ നയിക്കുന്ന, തനിച്ച ബിദ്അത്തിലേക്ക് റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള കാര്യത്തിലേക്ക് സംഗതി ആരാധനകളെ കൊണ്ടുപോകുമ്പോൾ അതിന് മനസ്സിലാക്കിക്കൂടെ സുഹൃത്തുക്കളെ ഹക്കിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്ന്? അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ എത്തിപ്പെടുക? ഏതൊരു കാര്യത്തെ നമ്മൾ ബേക്കോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ നമ്മള് ജുമഅ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ളുഹ്റാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കും. എന്തേ? അതിന് ഹദീസുണ്ട്. അത് ഹദീസിൽ എത്തണം. ഇതുപോലെ ഈ ജന്മദിനാഘോഷം നബിയുടെ ഹദീസിലേക്ക് എത്തുമോ? സ്വഹാബത്തിലേക്ക് എത്തൂല. ഇതെവിടെ എത്തണമെങ്കിൽ ഷിയാക്കളിലേക്കാണ്. അതാണ് 4ാമത്തെ കാരണം.
ഇതാദ്യമായി തുടങ്ങിയത് ഷിയാക്കളാണ്. 6 ആളുകളുടെ ബർത്ത്ഡേ ആഘോഷം അവർ തുടങ്ങി. ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ, അവരുടെ ഖലീഫ, നബി, ഈ 6 ആൾക്കാരുടെ ജന്മദിനം അവരാണ് തുടങ്ങിയത്. ഷിയാക്കൾ തുടങ്ങിയതല്ല, മുസ്ലിങ്ങൾക്ക് മാതൃക. ഷിയാക്കൾ ഇസ്ലാമിനെ പൊളിക്കാനും തകർക്കാനും വന്ന ആൾക്കാരാണ്. അവരാണ് ഈ ഖബർ പൂജ ഉണ്ടാക്കിയത്, അവരാണ് ഈ ജന്മദിനാഘോഷം ഉണ്ടാക്കിയത്, അവരാണ് ഈ കുത്രാത്തീബ് ഉണ്ടാക്കിയത്, അവരാണ് ഈ കണ്ട മുഴുവൻ ഇസ്ലാമിന്റെ വൈകൃതമായ ഫേസ്, മുഖം ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. റസൂൽ അവരെ കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടാ പോയത്. അതുകൊണ്ട് അവർ ചെയ്ത ആഘോഷം നമുക്കെങ്ങനെ തെളിവാകും? നമുക്ക് വേണ്ടാകും. 5ാമത്തെ കാരണം തരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ നടക്കണം തരങ്ങൾ നബിനെ പടച്ചോനാക്കും. റസൂൽ പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസറ ഈസ ഇബ്നു മറിയം. ഈ ക്രിസ്ത്യാനികൾ ഈസാ നബി ആക്കിയ പോലെ നിങ്ങൾ എന്നെ ആക്കരുത്, ഞാൻ അള്ളാന്റെ അടിമയും റസൂലുമാണ്. എന്താണ് ഈ ദിവസം പാടിപ്പറയുന്ന കുറെ പാട്ടുകളും ഒക്കെ? അതിലൊക്കെ എന്താ ഉള്ളത്? എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ അഹ്സൻത ظني യാ ബശീറു യാ നദീറു ഫഅഗ്സ്നി വഅജ്ർനി യാ മുജീറു മിനസ് സഈർ യാ ഖിയാസി യാ മലാദി ഫി മുലിമാത്തിൽ ഉമൂർ. അങ്ങയുടെ സാധുക്കളായ അടിമകളെ ഇതാ നബിയെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. നമ്മൾ നബിന്റെ അടിമയാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക. പ്രാർത്ഥനയല്ലേ? ദുആഉൽ കർബ്, പ്രയാസം അനുഭവിക്കുമ്പോൾ പ്രാർത്ഥന. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക. നീയാണ് എന്നെ ഉണ്ടാക്കി, ഞാൻ നിന്റെ അടിമയാണ്. എന്നെ ശറഫലന മൗലീദിൽ പറയുന്ന നബിയെ, നിങ്ങളുടെ സാധുക്കളായ അടിമകൾ ഇതാ വന്നിരിക്കുന്നു. താങ്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഇതാ നിന്നിലേക്ക് തിരിക്കുന്നു. ഒറ്റ വരി മാത്രമേ ഉള്ളൂ. വേറെ കുറെ നൂറുകണക്കിന് വരികൾ കാണാം ശിർക്ക് പറയുന്ന, അള്ളാന്റെ സിഫത്തുകൾ പടപ്പുകൾക്ക് വെച്ചു കൊടുക്കുന്ന, ഒരുപാട് കള്ളക്കഥകൾ പാടുന്ന, പച്ചയായിട്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന വരികളാണ് ഈ മദ്ഹ് പാട്ട് എന്നും പറഞ്ഞിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ കുറിച്ചും നബിമാരെ കുറിച്ചൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ തനിച്ച ശിർക്കാണ്. റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് പാട്ടുപാടി. ആര്? കുട്ടികള്. എന്താ പാട്ടുപാടിയത്? വഫീന നബിയ്യിൻ യഅലമു മാ ഫീ ഗദി. നാളത്തെ കാര്യം അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നബി വെച്ച് എന്താ പാടി വെച്ച്? ഒന്നും കൂടി പാടി. ഇനി ഇത് പാടരുത്, നാളത്തെ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. റസൂലുള്ളാഹി സമ്മതിച്ചിട്ടില്ല അത്, സഹാബത്ത് സമ്മതിച്ചിട്ടില്ല അത്, ഇസ്ലാം സമ്മതിക്കുന്നില്ല അത്. ആരൊക്കെയോ കള്ളക്കഥകൾ എഴുതി ഉണ്ടാക്കിയിട്ട് പാട്ടും വരികളും ഗദ്യങ്ങളും പദ്യങ്ങളുമാക്കിയാൽ മുസൽമാൻ അതെല്ലാം ഫോളോ ചെയ്യണമെന്നും ഖുർആൻ മാറ്റിവെച്ച് അത് പാരായണം ചെയ്യണമെന്നും അത് പാരായണം ചെയ്യുന്നിടത്ത് ഹൈറും ബർക്കത്തും എല്ലാം ഉണ്ടാകുമെന്നും പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ഇത് പാടിയിട്ടുണ്ടോ? സ്വഹാബത്ത് ഇത് പാടിയിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു മദ്ഹ്, ഇതുപോലത്തെ ഒരു സ്നേഹം, ഇതുപോലത്തെ ഒരു ഹബ്ബ്, ഇതുപോലത്തെ ഒരു ഇഷ്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുമോ? لا تجعلوا قبري عيدا لا تجعل قبري وثنا يعبد لعن الله اليهود والنصارى اتخذوا قبور انبيائهم مساجدا. എല്ലാ ശിർക്കിനെയും തുടച്ചു നീക്കിയിട്ട് തൗഹീദ് മാത്രം സ്ഥാപിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ എങ്ങനെ മദ്ഹാവും? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വാസികളാണ്. ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നിടത്ത്, വിശ്വാസം ഉറപ്പിക്കുന്നിടത്ത്, സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്ത് ഒരാളുടെയും ഒത്താശ നമുക്ക് ആവശ്യമില്ല. പടച്ചറബ് നമുക്ക് കോമൺ സെൻസ് നൽകിയിട്ടുണ്ട്, പഠിക്കാൻ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്, ചിന്തകൾ നൽകിയിട്ടുണ്ട്. മറ്റുള്ള ഒരുത്തന്റെയും കാലിലല്ല നമ്മൾ നിൽക്കുന്നത്. പടച്ചറബ് തന്ന 2 കാലിൽ നിന്ന് 2 കൈ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഒരുത്തരെയും പേടിക്കാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഫയുടെ മുകളിൽ കയറുന്ന പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, നീയാണല്ലോ പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയതുപോലെ തന്നെ മരണം വരെ മുസ്ലിമായി ഇതിൽ നിന്ന് തെറ്റിച്ചു കളയാതെ എന്നെ നിലനിർത്തണേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം നീയാണ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത്. നീ പറഞ്ഞു ചോദിച്ചാൽ നിനക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന്. സോ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ഇബ്നു ഉമർ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഉറച്ചു നിൽക്കുക. ന്യായങ്ങളല്ല നമുക്കുള്ളത്, തെളിവാ വേണ്ടത്. ന്യായങ്ങൾ സൽസബീലില്ലേ, അവിടെയില്ലേ, ഇവിടെയില്ലേ, സൗദിയിലില്ലേ. ഇവിടെ കുറച്ച് ആൾക്കാർ ഹറമിന്റെ ഒരു മൂലൊക്കെ പോയി കണ്ട് വട്ടത്തിൽ നിന്നിട്ട് കുറച്ച് പാട്ടും ഇതൊക്കെ പാടിയിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ദാ ഹറമിലുണ്ട് എന്ന്. അങ്ങനെയാണ് എല്ലാ തോന്നിയസോടെ കൊണ്ടുവരാലോ. സുഹൃത്തൊന്നും കാണാത്തൊരു മൂലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് വിടുക. എത്ര പണ്ഡിതന്മാർ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബിദ്അത്താണ്. ഇനി ആരും പറഞ്ഞില്ലെങ്കിൽ ഇനി എവിടെ ഉണ്ടെങ്കിലും ഖുർആനിലല്ലേ ഉണ്ടാണ്ടത്, സുന്നത്തിലല്ലേ ഉണ്ടാണ്ടത്? പച്ചയായ നമ്മൾ പോലുള്ള മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുകയല്ലേ കിതാബ് പഠിച്ച പണ്ഡിതന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് നമുക്ക് തെളിവല്ല. പിന്നെ നബിയുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയ, നബിന്റെ ഓർമ്മ പുതുക്കേണ്ടത് 1 ദിവസമല്ല, 1 മാസമല്ല, ഓൾ ടൈം.
നമ്മൾ ലൈഫിന്റെ രാവിലും പകലിലും നബിയുടെ ഓർമ്മയാണ് അല്ലെ. 5 നേര ബാങ്ക്, ഇഖാമത്ത്, അല്ലെ, എല്ലാം നബിയുടെ ഓർമ്മയല്ലേ. ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മൾ നബിയെ ഫോളോ ചെയ്യേണ്ട ആൾക്കാരാ. പിന്നെ ഒരു ദിവസം ഒരു മാസം അല്ല, അതൊക്കെ ഒരു ദുർന്യായങ്ങൾ മാത്രം. പിന്നെ നല്ല ബിദ്അത്ത് ആണിത്, നല്ല ബിദ്അത്ത്. ഉമർ പറഞ്ഞാണ് നല്ല ബിദ്അത്ത് ഏത്? തറാവീഹ് ജമാഅത്ത് നിസ്കരിക്കണപ്പോ ബിദ്അത്തുൻ ഹസന എന്ന് ഉമർ പറഞ്ഞു. ബിദ്അത്തുൻ ഹസന എന്ന് ഉമർ പറഞ്ഞ എന്തിനെ കുറിച്ചാ? തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുന്നതിനെ കുറിച്ചാ. അത് ബിദ്അത്താണോ മതത്തിൽ? അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നിസ്കരിച്ചിട്ടില്ലേ? ജമാഅത്തായി 3 ദിവസം നിസ്കരിച്ചിട്ടില്ലേ? സ്വഹാബത്ത് നിർബന്ധമായി ഗണിക്കുമോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹ് ജമാഅത്തായി നിസ്കരിക്കുന്നത് നിർത്തിവെച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അസ്ലുള്ളതാണത്. അസ്ലില്ലാത്തൊരു കാര്യം ഉമർ ഇബ്നു ഖത്താബ് കണ്ടിട്ട് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത് തെളിയിക്കാൻ ഒരാൾക്കും പറ്റൂല. അപ്പൊ അതൊരു ഭാഷാ പ്രയോഗമാണ്. ഒരു നല്ല കാര്യമാണല്ലോ നിങ്ങൾ തുടങ്ങിയതെന്നുള്ള ദീനിലുള്ളൊരു കാര്യം നിങ്ങൾ തുടങ്ങിയല്ലോ എന്നുള്ള ഭാഷാ പ്രയോഗമാണ് ഉമർ ഇബ്നു ഖത്താബ് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞൊരു സംഭവമില്ല. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്നതാണ് ഹദീസ് ഉള്ളത്. അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്രമാണം പഠിച്ച് ഉള്ളതിന് ഇഷ്ടം പോലല്ലേ, പിന്നെ എന്തിനാ ഇല്ലാത്തടുത്ത് ഉണ്ടാക്കേണ്ട ആവശ്യം? ഇഷ്ടം പോലെ ഉള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഭക്ഷണം കൊടുക്കല്ലേ, കാശ് കൊടുക്കല്ലേ, ദാനം ചെയ്യല്ലേ, അതൊക്കെ ഇതിന്റെ പേരിലാകുമ്പോൾ എല്ലാം ഹറാമായിട്ട് മാറും. ശരിയായ സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ ഒരുപാട് സഹോദരന്മാർ അല്ലാഹു അവരുടെ എല്ലാം ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഹിദായത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ സമയം, ആരോഗ്യം, സമ്പത്ത്, കുടുംബം, മക്കൾ, ജോലി എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബറക്കത്തും കൺകുളിർമയും ആശ്വാസവും എളുപ്പവും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ അവസ്ഥയിൽ അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സ്വാതന്ത്ര്യത്തെയും ഈ മതേതരത്തെയും നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ അജണ്ടകൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അവരുടെ നാശത്തിനുള്ള കാരണമാക്കി മാറ്റുമാറാവട്ടെ. ലോകത്തുടനീളം പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും കൊടുക്കുമാറാവട്ടെ. മനുഷ്യനെ കൊല്ലാകൊല ചെയ്ത് അതിലൂടെ സാമ്പത്തിക വരുമാനവും ഭൗതിക അഭിവൃദ്ധിയും നേടാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയും ഇസ്രായേലും അവർക്കൊത്താശ ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളും എല്ലാവർക്കും അല്ലാഹു അർഹിക്കുന്ന തിരിച്ചടി സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.